ഹായ് എവരിബഡി, നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ക്യാമറയുടെ ആവശ്യമോ സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സിംപ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്കൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടി സ്ക്രിപ്റ്റ് എഴുതാം, ഓഡിയോ കൊടുക്കാം, നല്ല വീഡിയോ ഔട്ട്പുട്ട് ഉണ്ടാക്കാം, ഷോർട്സ് ഉണ്ടാക്കാം, ഫുൾ വീഡിയോ ഉണ്ടാക്കാം, ഇൻസ്റ്റഗ്രാമിലോ FBയിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനെയാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. സ്റ്റാർട്ട് ദ വീഡിയോ. വണ്ടർഷെയർ വെർബോ എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. സൈൻ ഇൻ പ്രസ് ചെയ്യുക. സൈൻ ഇൻ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്യാം. അതിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നു. ക്രിയേറ്റ് AI വീഡിയോ ഓൺലൈൻ. നമ്മൾക്ക് ഇങ്ങനൊരു വിൻഡോ കാണാം. അവിടെ ധാരാളം അവതാറുകളുണ്ട്. ഇതിൽ നമ്മൾ നേരെ ക്രിയേറ്റ് AI അവതാർ വീഡിയോ എന്ന് പോകുന്നു. അതിൽ ലാൻഡ്സ്കേപ്പ് മോഡിലാണോ വേണ്ടത്, പോർട്രേറ്റ് മോഡിലാണോ വേണ്ടത്? ഇപ്പോൾ ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് പോർട്രേറ്റ് മോഡിലാണല്ലോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് വീഡിയോ കൊടുക്കുന്നു, ലോഡ് ചെയ്യാണ്. 100% ആയി ലോഡ് ചെയ്തു. നമ്മുടെ അവതാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സബ് ടൈറ്റിൽ നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്ടൈറ്റിൽ പോയി. അതിനുശേഷം ഏതെങ്കിലും സ്റ്റോറി ടെംപ്ലേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പ്രീസെറ്റ് ആയിട്ട് ഒരുപാടുണ്ട്. അവതാറുണ്ട്. അവതാറിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി റെക്കമെൻഡ് ആയിട്ട് അവതാറുകൾ കിടപ്പുണ്ട്. അത് കൂടാതെ നമുക്ക് സെർച്ച് ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഇന്ത്യൻ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ, ഓക്കെ, ഇന്ത്യൻ ഉണ്ട്. ഇന്ത്യനിൽ നമുക്ക് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അവതാർ അവിടെ വന്നു, നമ്മുടെ മോഡൽ വന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ടെക്സ്റ്റ് ഇൻപുട്ട് ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ നമുക്ക് മാറ്റാം. അതല്ല നമുക്ക് കൂടുതൽ ടെക്സ്റ്റ് വേറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡിങ്, സബ് ഹെഡിങ്, വിവിധ സ്റ്റൈലിലുള്ള ടെക്സ്റ്റ് ഉണ്ട്, അത് നമുക്ക് അവിടെ കൊടുക്കാം. സാമ്പിൾ എന്ന് വേണമെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റിക്കേഴ്സിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് മുകളിൽ. ഇപ്പോൾ ഏതെങ്കിലും ഡിസ്കൗണ്ട് സെയിലാണ്, ഓഫർ അടക്കമാണ്, അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ മ്യൂസിക്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ആ മ്യൂസിക്കിനെ നമ്മൾ ചൂസ് ചെയ്തു കേട്ടോ, അത് കൊടുക്കുകയാണ്. അത് സ്ക്രിപ്റ്റ് എഴുതേണ്ട പോർഷനാണ് ഈ കാണുന്ന പോർഷൻ, ഈ പോർഷൻ. അവിടെ നമുക്ക് അറിയത്തില്ലെങ്കിൽ AI സ്ക്രിപ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. പ്രൊമോഷൻ ഓഫ് മൈ ന്യൂ റെസ്റ്റോറൻറ്റ്. ഷോർട്ടൺ കൊടുത്തു, അത് ഷോർട്ടൺ ആക്കി. ഓക്കെ, നമുക്കിതിനെ കൊണ്ട് മലയാളം പറയിപ്പിക്കാൻ കഴിയും. ഇതിവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് ട്രാൻസ്ലേറ്ററിൽ പോവാം. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി നമ്മൾ ലാംഗ്വേജ് പേസ്റ്റ് ചെയ്തു. ദെൻ മലയാളം എന്താണ് ഈ കഥ നമുക്ക് അറിയണമല്ലോ. എൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ് അനുഭവിച്ച് ലോകമാടോ ഇഷ്ടം. ഓക്കെ, ഈ മലയാളം എന്ന് പറയാൻ നമുക്കറിയാം അത് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്കത് കുറച്ച് മാറ്റത്തിരുത്തലുകൾ നമ്മളുടേതായ രീതിയിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ആദ്യം എന്തായാലും ഇത് ഇവിടെ നിന്ന് കോപ്പി എടുത്തു, ഈ സ്ക്രിപ്റ്റിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആയി. കണ്ടോ, മലയാളം ഇവിടെ ഓൾറെഡി മലയാളം വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മളുടെ ഈ സംഗതി റെഡി ആയിട്ടുണ്ട്. മ്യൂസിക് ഇട്ടു, എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രിവ്യൂവില് ഈ ക്യാരക്ടർ അനങ്ങുമൊന്നുമില്ല കേട്ടോ. വർക്കിനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ക്യാരക്ടർ ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന പോലെ വരും. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അത് എക്സ്പോർട്ട് പ്രസ് ചെയ്യാം. റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലുണ്ട്. യെസ്, നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്, എക്സ്പോർട്ടായി. എന്റെ പുതിയ റെസ്റ്റോറന്റ് അനുഭവിച്ച് ലോകമെമ്പാടും എക്സ്പ്രഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ മുഖത്ത്. വിശിഷ്ടമായ വിഭവങ്ങളുടെ വിശാലമായ ശ്രേണിയിൽ മുഴുകുക. ആധികാരിക ഇറ്റാലിയൻ പിസ്സകൾ മുതൽ സുഗന്ധമുള്ള ഇന്ത്യൻ കറികൾ വരെ ഞങ്ങളുടെ മെനു എല്ലാ അണ്ണാക്കിനെയും അണ്ണാക്കെന്ന് പറയുന്ന വാക്ക് വരുന്നത് മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുകൊണ്ടാണ്. കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം നമുക്കത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയ ഫയലിനെ പിന്നെ നമുക്ക് യൂട്യൂബിലോ എവിടെയാണോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലോ ഒക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് പ്രൊമോഷനൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡായി. ഇത് നമ്മുടെ ഫയലിൽ ഇവിടെ ഉണ്ട്. എന്റെ പുതിയ റെസ്റ്റോറന്റ് അനുഭവിച്ച് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ അത്ര സംതൃപ്തനല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത് പെയ്ഡ് ആപ്പാണ്. നമുക്ക്
ഫ്രീ ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാൻ കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ട്, എന്നാൽ പോലും ഇത് പെയ്ഡ് ആണ്. നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.